എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് റൈറ്റാണ് പോകേണ്ടത്. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ നിർത്തിയിട്ട് ഈ റോഡിലേക്ക് കയറണം. ഇങ്ങനെ കയറുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. രണ്ട് സൈഡിൽ നിന്ന് വണ്ടികളില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പല ആളുകൾക്കും ഈ ഒരു ക്ഷമയുണ്ടാവില്ല, വേഗം കയറാൻ വേണ്ടി നോക്കും. അബദ്ധം സംഭവിക്കരുത്. വണ്ടിയുടെ ഫ്രണ്ട് ഒരിക്കലും റോഡിലേക്ക് കയറരുത് ഇങ്ങനെ നിർത്തുമ്പോൾ. ഈ ഒരു സൈഡ് ഇപ്പോൾ വണ്ടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതിയെ മുമ്പോട്ടേക്ക് എടുക്കാം. ഈ സൈഡും കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഓക്കെയാണ്. ഞാൻ പതിയെ റൈറ്റിലേക്ക് കയറുന്നു. കണ്ടില്ലേ? കയറി കഴിഞ്ഞാൽ ഉടനെ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് പതിയെ ലെഫ്റ്റിലേക്ക് പോകണം. കണ്ടില്ലേ? ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നൊരു വണ്ടി വന്ന് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെ വണ്ടികൾ വരും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് വേണം പതിയെ ഈ ഒരു മിറർ നോക്കിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. വണ്ടികളൊന്നും ഇല്ലാത്ത റോഡാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി കഴിഞ്ഞതിന് ശേഷം ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് പതിയെ നിങ്ങൾ സൈഡിലേക്ക് പോകണം. അതാണ് ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ മിററിൽ ഫോഗ് പിടിച്ചിട്ട് നമുക്ക് കാണാത്തൊരവസ്ഥയുണ്ടാവും. ആ ഒരു സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മുടെ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സ്പീഡ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എത്ര സ്പീഡ് വരെ പോവാം. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാളുടെ പ്രാക്ടീസാണ്. അതേപോലെ തന്നെ ഓരോ റോഡിനനുസരിച്ചിട്ട് നിങ്ങൾ സ്പീഡ് കീപ്പ് ചെയ്യണം. ഇപ്പോൾ നല്ല ഹൈവേയിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് വളരെ മെല്ലെ പോകേണ്ട കാര്യമില്ല. ഒരു മിനിമം സ്പീഡിൽ പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പതിയെ പോകുമ്പം ബാക്കിലെ വണ്ടികളൊക്കെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സ്പീഡിൽ പോവുക. നിങ്ങൾ മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ സ്ലോ ആക്കി കൊടുത്തു. കണ്ടില്ലേ? ഇങ്ങനെ സ്ലോ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് നമ്മുടെ വണ്ടിക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പതിയെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അധികം സ്പീഡാക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 40-45 റേഞ്ചിലാണ് പോകുന്നത്. ഒരു 50 ആണ് ഇവിടുത്തെ ഒരു സ്പീഡ് ലിമിറ്റ്. നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ എല്ലായിടത്തും ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. വളരെ മെല്ലെ പോകുന്നത് എപ്പോഴും മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങളുടെ കൺട്രോളാകുന്ന ഒരു സ്പീഡിൽ നിങ്ങൾ പോവുക. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. വേറെ വണ്ടികൾ ഓണടിക്കുന്ന പറഞ്ഞിട്ട് സ്പീഡ് കൂട്ടാനും പാടില്ല, എന്നിട്ട് സ്പീഡ് നല്ലോണം കുറക്കാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു നേക്കാണ്. അത് നിങ്ങൾക്ക് കിട്ടും. അതിപ്പം ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾക്ക് ആദ്യം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് കുറച്ച് സ്പീഡിൽ പോവുക എന്നൊക്കെ. പക്ഷേ പിന്നീട് ഓട്ടോമാറ്റിക്കലി അതൊക്കെ ശരിയായിട്ട് വരും. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ക്യാമറ കണ്ടു, നിങ്ങൾ സഡനായിട്ട് സ്പീഡ് കൂടിപ്പോയോ എന്ന് വിചാരിച്ച് ചവിട്ടി നിർത്തരുത്, അല്ലെങ്കിൽ ചവിട്ടി സ്ലോ ആക്കരുത്. ഇവിടെ 60 ആണ് സ്പീഡ് ലിമിറ്റ്. അങ്ങനെ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് ഇടിക്കും. അപ്പോൾ അതൊന്നും ചെയ്യരുത്. അധികം പേടിച്ചിട്ട് പെട്ടെന്ന് ക്യാമറ കാണുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്പീഡിൽ തന്നെ പോവുക. ക്യാമറ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കുറേ മുന്നേ തന്നെ സ്പീഡ് ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് പോകണം. സൈൻ ബോർഡുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത്. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ 30 ആണ് സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ നല്ലോണം കുറക്കണം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും മുമ്പിൽ, അതുകൊണ്ടാണ് 30 വെച്ചിരിക്കുന്നത്. സീബ്ര ലൈൻ ഉണ്ട് എന്നില്ല എൻ്റെ ഒരു ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ വലിയ വളവാണ്. അപ്പം സ്വാഭാവികമായിട്ടും സ്പീഡിൽ പോകാൻ കഴിയില്ല. പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. 30 സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. നമ്മളിതാ പതിയെ പോകുന്നു. നമ്മളിപ്പോൾ ആ ഒരു സ്പീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 30 സ്പീഡ് മാത്രമേ ഉള്ളൂ. വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്നിതാ സ്പീഡ് കൂട്ടി പോകുന്നു. കണ്ടില്ലേ? ഇനി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, ഞാൻ ഇത് ഓവർടേക്ക് ചെയ്യുന്നു. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഇൻഡിക്കേറ്റർ ഞാനിപ്പോൾ ഇത് ഓഫാക്കി. നോക്കി നിങ്ങൾ, വളരെ സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം. ഇനി ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്, അതായത് എനിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാമെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ റോഡിൽ കണ്ട എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതായത് റോഡിൽ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അങ്ങനത്തെ ഒന്നും ശീലം ഒരിക്കലും ഉണ്ടാവരുത്. അതൊക്കെ നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും. നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഫ്രണ്ടൊക്കെ. ഓവർടേക്ക് ചെയ്ത് പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക.
നിങ്ങൾ നോക്കുക. ഇവിടെയൊക്കെ ക്യാമറയുള്ള റൂട്ടാണ്. ഞാൻ അധികം സ്പീഡൊന്നും എടുക്കുന്നില്ല. ഞാനിത് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് പതിയെ പോകുന്നു. നോക്കി, പതിയെ അല്ല, ഒരു മിനിമം സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യാം. ഒരു മീഡിയം സ്പീഡിൽ എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അപ്പം ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഹൈവേയിലൊന്നും അധികം ഇങ്ങോട്ടേക്കൊന്നും വെട്ടിക്കേണ്ടി വരില്ല സ്റ്റിയറിംഗ്. കാരണം വലിയ വളവുകളൊക്കെ ഉണ്ടാകുമ്പോഴേ അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ മതി. ഇതാ ഞാൻ ബ്രേക്കിൽ ലൈറ്റായിട്ട് കാല് വെച്ചു. എതിരൊരു വണ്ടി പിന്നെ ഓവർടേക്ക് ചെയ്ത് വന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നെ റോഡിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്